ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ഇതൊരു എലൈൻ ഫ്രോക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നെക്കിൻ്റെ ഒരു സൈഡിലും പിന്നെ താഴെ വശത്തുമാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ നമുക്ക് കുർത്തിയിൽ അല്ലെങ്കിൽ ചുരിദാറിലൊക്കെ ചെയ്യാം. കുർത്തിയിൽ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ചുരിദാറിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ലീവ്സ് അല്ലെങ്കിൽ ഇടയ്ക്ക് ബീഡ്സോ അതും അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ഇതിപ്പം ഫ്രോക്കിലായതുകൊണ്ട് ഫ്ലവേഴ്സ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 കളർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. 2 സെപ്പറേറ്റ് കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സ് വെച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതിൽ ഓരോ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ട് നൂല് കട്ട് ചെയ്തിട്ടാണ് അടുത്ത ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് മൾട്ടി ഷെയ്ഡഡ് അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ 2 കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കളറിൻ്റെ ത്രെഡ് 3 സ്ട്രാൻഡ്സ് വെച്ചെടുത്ത് ജോയിൻ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് 2 കളർ ത്രെഡ് ഈ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും 6 സ്ട്രാൻഡ്സ് ത്രെഡാണ്. ഇതിൽ നിന്ന് നമ്മൾ 3 സ്ട്രാൻഡ്സ് വെച്ച് ഓരോ കളറും എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പം 6 സ്ട്രാൻഡ്സിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ 3 സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. ഇതിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ 3 സ്ട്രാൻഡ്സ് ഒന്നിച്ച് പിടിച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇതിങ്ങനെ താഴേക്ക് ചെല്ലുമ്പോൾ ഇതവിടെ കുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ നൂല് വെച്ച് എപ്പോഴും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് 3 ആണോ അല്ലെങ്കിൽ 4 ആണോ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് ചേർത്ത് എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ഓരോന്ന് വലിച്ചെടുക്കുമ്പോൾ താഴോട്ടെങ്ങും കുരുങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 സ്ട്രാൻഡ്സും എടുത്ത് വയ്ക്കണം. അതിന് ശേഷമാണ് അത് 3ഉം കൂടെ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ 3 സ്ട്രാൻഡ്സ് നമ്മൾ ബാക്കിയുള്ളതും ഒരു കെട്ട് പോലും വീഴാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്ന 3 സ്ട്രാൻഡ്സ് ജോയിൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. ഇതുപോലെ ഈ 2 കളറും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇവിടെ ഡിസൈൻ ഒന്നും വരച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിസൈൻ വരയ്ക്കാതെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പെറ്റൽ ചെയ്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത പെറ്റൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ പെറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത പെറ്റൽ ചെയ്യുന്നത്. ഈ 2 ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വലതുവശത്തോ അല്ലെങ്കിൽ ഇടതുവശത്തോ ബാക്കി 2 ചെയ്യണം. ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ 2 പെറ്റൽ ചെയ്തതിന് ശേഷം ആ 2 പെറ്റലിൻ്റെയും ഓപ്പോസിറ്റ് ഓരോ പെറ്റലും കൂടെ ചെയ്യണം. അപ്പോൾ കറക്റ്റ് എല്ലാം തമ്മിലുള്ള അകലം കറക്റ്റായിട്ട് വരും. ഡിസൈൻ വരച്ചു കൊടുത്തില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഡിസൈൻ വരച്ചാൽ നമുക്ക് കറക്റ്റ് അകലത്തിൽ ഓരോ ലൈൻസ് വരച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം.
ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.